കേരള സർക്കാർ 503 പുതിയ പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇപ്പോഴും ഒരു പെർമിറ്റ് രാജ്യമായിട്ട് മുന്നോട്ട് പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പെർമിറ്റ് രാജ്യം പരാജയമാണെന്ന് ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. STA അല്ലെങ്കിൽ RTA എന്നൊക്കെ പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് ദീർഘനാള കേസ് നടത്തി അതൊക്കെ ചെയ്ത് 35,000 ബസ്സുകളുണ്ടായിരുന്നത് ഇപ്പോൾ 7,000 കുറഞ്ഞിരിക്കുകയാണ്. അതായത് 80% ബസ്സുകളും ഇവിടെ നിന്ന് വിട്ടുപോയിട്ടും അവർക്ക് ഇപ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരം സ്വകാര്യ സംരംഭകർ ബസ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതെന്ന് ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. ഒരു ബസ്സിൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 വർഷമാണ്. അതായത് ഒരു ബസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 15 വർഷത്തിനുള്ളിൽ അത് സ്ക്രാപ്പ് ചെയ്തോളാം. അപ്പോൾ ഒരു പുതിയ ബസ് വാങ്ങിച്ചിട്ട് അപ്പോൾ തന്നെ അത് ഓർഡിനറി ആയിട്ട് ഓടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ബസ്സിനൊരു റൊട്ടേഷൻ വേണം. അതായത് ആദ്യത്തെ 5 വർഷം അത് പ്രീമിയം ക്ലാസ്സിൽ ഓടിക്കുകയും ബാക്കി 10 വർഷം അത് ഓർഡിനറി ആയിട്ട് ഓടിക്കുകയും ചെയ്യണം. അതായത് പുതിയ ബസ് എടുത്തിട്ട് ഓർഡിനറി ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ ആ ബസ് ഒരു കാലത്തും ലാഭത്തിൽ പോകില്ല. അതുകൊണ്ട് ഇപ്പോൾ KSRTC അങ്ങനെയാണ് ചെയ്യുന്നത്. ബസ് ആദ്യം വാങ്ങിച്ചിട്ട് അവർ പ്രീമിയം ക്ലാസ്സിൽ ഓടിക്കുന്നു, 5-6 വർഷം കഴിയുമ്പോൾ അത് ഓർഡിനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ബസ്സിൻ്റെ റീസണബിൾ സൈക്കിൾ. ഈ സൈക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ ബസ് പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് പുതിയ ബസ് എടുത്തിട്ട് ഒരു പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് വേണം. പെർമിറ്റ് കിട്ടിയാൽ തന്നെ അത് ഓർഡിനറി ആയിട്ട് ഓടിക്കുകയും വേണം. അത് ആരെങ്കിലും വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ അത്തരം മണ്ടൻ ആശയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിമുക്ത നേടിയിട്ട് നമ്മൾ പുതിയ രീതിയിലേക്ക് മാറണം. ഇപ്പോൾ കേരളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദേശീയ ആവറേജിലോട്ട് നമ്മൾ വളരെ പിന്നിലാണ് നമ്മൾ. അതായത് 1000 പേർക്ക് 1.33 ആണ് നാഷണൽ ആവറേജ്. അപ്പോൾ നാഷണൽ ആവറേജ് എത്ര എന്നുണ്ടെങ്കിൽ നമുക്ക് 35,000 ബസ്സുകളുടെ കുറവുകളുണ്ട്. അതായത് 35,000 ബസ്സുകൾ വിവിധ ശ്രേണികൾ ആവശ്യമുണ്ട്. അപ്പോൾ ഓർഡിനറി വേണം, ഫാസ്റ്റ് വേണം, എക്സ്പ്രസ് വേണം, എല്ലാ കാറ്റഗറിയിലും ബസ്സുകളുടെ ഷോർട്ടേജ് നമുക്കുണ്ട്. അപ്പോൾ അത്തരം ബസ്സുകളൊക്കെ എത്രയും നമ്പേഴ്സ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അത് KSRTCക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രൈവറ്റിനെ ക്ഷണിക്കാതെ നമുക്ക് നിവൃത്തിയില്ല. കാരണം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രൈവറ്റ് റെഡിയാണ്. പക്ഷേ അവർക്ക് ആവശ്യമായ സൗജന്യങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ബസ്സുകളുടെ എണ്ണം ഇപ്പോഴും കൂടാത്തത്. അപ്പോൾ നമ്മൾ ഇനി ഈ പെർമിറ്റ് രാജ് സിസ്റ്റം ഒഴിവാക്കിയിട്ട് ഡിമാൻഡ് ബേസ്ഡ് സപ്ലൈ വരുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ ഡിമാൻഡ് ബേസ്ഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് RTA-ക്കൊന്നും അത് നടപ്പാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ പരാജയം എന്താണെന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിന് പുതിയ സംവിധാനങ്ങൾ സർക്കാർ ആലോചിക്കണം. ഇപ്പോൾ കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി സർക്കാർ തുടങ്ങിയെങ്കിലും അതിൻ്റെ നടപടികളൊന്നും അവർ പൂർത്തിയാക്കിയില്ല. അവർക്ക് ഡിമാൻഡ് ബേസ്ഡ് സപ്ലൈ ആയിട്ട് റൂട്ടുകളെ കണ്ടെത്താനും മറ്റേ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ അയച്ച് അത് പ്രിഡിക്റ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ UPSRTCയിൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അവിടെ റൂട്ടുകൾ ഡിസൈൻ ചെയ്യുന്നത്. അത്തരം റൂട്ടുകൾ ഡിസൈൻ ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുകയാണെങ്കിൽ അവരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ വരികയും ചെയ്യും. കേരളത്തിൽ ബസ്സിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. നമുക്ക് ബസ്സിൻ്റെ എണ്ണം വെറുതെ കുറവല്ല, ബസ്സിൻ്റെ ദാരിദ്ര്യമാണ് നമുക്കുള്ളത്. നമുക്ക് 35,000 ബസ്സുകൾ വേണ്ടിയെടുത്ത് നമുക്ക് പ്രൈവറ്റ് മേഖലയിൽ ഏതാണ്ട് 7,000 ബസ്സുകളും KSRTCയുടെ അടുത്ത് 4,000 ബസ്സേ ഉള്ളൂ. അപ്പോൾ ബസ്സുകളുടെ എണ്ണം വർദ്ധിക്കണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് ഡിമാൻഡ് ബേസ്ഡ് സപ്ലൈ ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരണം.